Hi all, welcome to Wings to Win Education. Set Economics 2026 25 days revision series second day ആണ് ഇന്ന്. യൂണിറ്റ് 1 മോഡ്യൂൾ 1 നമ്മൾ ഇന്നലെ തിയററ്റിക്കലി ചില കോൺസെപ്റ്റുകളെ റിവൈസ് ചെയ്തു പോയിട്ടുണ്ട് അല്ലേ. എല്ലാ കോൺസെപ്റ്റുകളിലൂടെയും നമ്മൾ ഒന്ന് വേഗത്തിൽ സഞ്ചരിച്ചു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ മോഡ്യൂൾ 1 നിന്നും ഉള്ള, അതായത് യൂണിറ്റ് 1 മോഡ്യൂൾ 1 മൈക്രോ എക്കണോമിക്സിന്റെ മോഡ്യൂൾ 1 നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതും ലേറ്റസ്റ്റ് 2 ഫേസിലുള്ള തൊട്ടു മുന്നേ കഴിഞ്ഞ 2 എക്സാംസിൽ നിന്നുള്ള ഈ ഒരു യൂണിറ്റിനകത്ത്, ഈ ഒരു മോഡ്യൂളിനകത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Okay, first one. Individuals with concave utility function are said to be. Concave utility function ഉള്ള uncertainty situation സമയത്തുള്ള റിസ്കിന്റെ ആ ഒരു കൺസ്യൂമറുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും? നമ്മൾ 3 തരത്തിലുള്ള പ്രിഫറൻസസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. റിസ്ക് ഉള്ള സിറ്റുവേഷനിൽ, അൺസർട്ടൈനിറ്റി ഉള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് കൺസ്യൂമേഴ്സ് ബിഹേവ് ചെയ്യുന്നത്? റിസ്ക് ലവേഴ്സ് ആണെങ്കിൽ അവരുടെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ കോൺവെക്സ് ആയിരിക്കും. റിസ്ക് അവേർട്ടേഴ്സ് ആണെങ്കിൽ അവരുടെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ, അവരുടെ യൂട്ടിലിറ്റി കർവ് കോൺകേവ് ആയിരിക്കും. റിസ്ക് ന്യൂട്രൽ പേഴ്സൺ ആണെങ്കിൽ അവരുടെ യൂട്ടിലിറ്റി കർവ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചത്? കോൺകേവ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഉള്ളത് ആരുടെയാണ്? ഓപ്ഷൻ ബി, റിസ്ക് അവേർഷൻ അല്ലെ. ഇവിടെ ആൻസർ ആയിട്ട് ഏതാ വന്നിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്. റിസ്ക് അവേർഷൻ ഇൻഡിവിജ്വലിന്റെ കേസിലാണ് കോൺകേവ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ നിലനിൽക്കുന്നത്. സോ ഹിയർ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി, റിസ്ക് അവേർഷൻ ഇൻഡിവിജ്വൽസ്. Next question. Which of the following refers to the approach where the consumer chooses the lowest budget line that touches a given indifference curve rather than choosing the highest indifference curve given a budget constraint? And the question എന്താണ്? കൺസ്യൂമറുടെ ബിഹേവിയറിനെ പ്രിഫർ ചെയ്യാണ്. അതായത് കൺസ്യൂമർ ലോവസ്റ്റ് ബഡ്ജറ്റ് ലൈൻ ചൂസ് ചെയ്യാണ്. ഇൻഡിഫറൻസ് കർവിനെ ടച്ച് ചെയ്യുന്ന ലോവസ്റ്റ് ബഡ്ജറ്റ് ലൈന് കൺസ്യൂമർ ചൂസ് ചെയ്യുന്നതിനെ എന്ത് പറയും? ബഡ്ജറ്റ് കൺസ്ട്രെയിന്റിന്റെ മേൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനിന്റെ മേൽ ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ് ടച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൺസ്യൂമർ എന്തിനു കൊടുക്കുന്നു? ഇൻഡിഫറൻസ് കർവിന്റെ മേൽ ലോവസ്റ്റ് ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് ടച്ച് ചെയ്യുന്നതിന് കൊടുക്കുന്നു. അത് ഇതിൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതിനെ കാണിക്കുന്നു? പ്രൈമൽ അപ്രോച്ച് ആണോ, കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ആണോ, ഡ്യുവാലിറ്റി ആണോ, കൺസ്യൂമർ സർപ്ലസ് ആണോ? ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഡ്യുവാലിറ്റി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇവിടെ കൺസ്യൂമറുടെ ബിഹേവിയർ ഒന്ന് പ്രൈമൽ അപ്രോച്ച് എന്നും മറ്റൊന്ന് ഡ്യുവാലിറ്റി അപ്രോച്ച് എന്നുമാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. പ്രൈമൽ അപ്രോച്ചിൽ ഒരു കൺസ്യൂമർ ചെയ്യുക യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആണ്. എന്നാൽ ഡ്യുവാലിറ്റി അപ്രോച്ചിൽ ഒരു കൺസ്യൂമർ ചെയ്യുക എക്സ്പെൻഡിച്ചർ മിനിമൈസേഷൻ ആണ്. ഇവിടെ എക്സ്പെൻഡിച്ചർ മിനിമൈസേഷൻ എന്ന് പറയുമ്പോൾ ഇൻഡിഫറൻസ് കർവിനെ ടാൻജന്റ് ചെയ്യുന്ന ലോവസ്റ്റ് ബഡ്ജറ്റ് ലൈനിന് പ്രാധാന്യം കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ എക്സ്പെൻഡിച്ചർ മിനിമൈസേഷൻ ആണ് കൺസ്യൂമർ നോക്കുന്നത്, ഡ്യുവാലിറ്റി ആണ് അതിനെ വിളിക്കുക. അറ്റ് ദി സെയിം ടൈം പ്രൈമൽ അപ്രോച്ച് ആണ് എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റിനെ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനിനെ ടാൻജന്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് പ്രൈമൽ അപ്രോച്ച് എന്നും, ലോവസ്റ്റ് ബഡ്ജറ്റ് ലൈനിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് ഡ്യുവാലിറ്റി അപ്രോച്ച് ആയിട്ടാണ് മാറുന്നത്. കോസ്റ്റ് മിനിമൈസേഷൻ ആണ് എവിടെ വരുന്നത്? എക്സ്പെൻഡിച്ചർ മിനിമൈസേഷൻ ആണ് ഡ്യുവാലിറ്റിയിൽ വരുന്നതെങ്കിൽ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആണ് പ്രൈമൽ അപ്രോച്ചിൽ വരുന്നത്. പ്രൈമൽ അപ്രോച്ച് പ്രാധാന്യം കൊടുക്കുന്നത് ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവിനായിരിക്കും. ഡ്യുവാലിറ്റി അപ്രോച്ച് പ്രാധാന്യം കൊടുക്കുന്നത് ലോവസ്റ്റ് ബഡ്ജറ്റ് ലൈനിനായിരിക്കും. ഓക്കെ ആണോ? ഇവിടെ നമ്മളോട് ചോദിച്ചത് ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവിനേക്കാൾ കൂടുതൽ ഒരു കൺസ്യൂമർ ലോവസ്റ്റ് ബഡ്ജറ്റ് ലൈനിന് പ്രാധാന്യം കൊടുക്കുന്നതിനെ എന്ത് വിളിക്കും എന്നാണ്. അതിനെ ഡ്യുവാലിറ്റി എന്ന് വിളിക്കും. സോ ഹിയർ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. When alpha is equal to 1/4, beta is equal to 3/4.
For the Cobb-Douglas production function returns to scale. Cobb-Douglas production functionൽ returns to scale എപ്പോഴും എന്തിനെ ബേസ് ചെയ്തിരിക്കും? ആൽഫ പ്ലസ് ബീറ്റയെ ബേസ് ചെയ്തിരിക്കും. ആൽഫ പ്ലസ് ബീറ്റയാണ് ഏത് തരത്തിലുള്ള returns to scale ആണ് എന്ന് കാണിക്കുന്നത്. ഇവിടെ ആൽഫ 1/4 എന്ന് കൊടുത്തിട്ടുണ്ട്, ബീറ്റ 3/4 എന്നും കൊടുത്തിട്ടുണ്ട്. So 1/4 plus alpha plus beta is equal to 1/4 plus 3/4. താഴെ ഡിനോമിനേറ്റർ രണ്ടും ഒരു സംഖ്യയാണ് അല്ലെ, അപ്പൊ നമുക്ക് താഴെ ഡിനോമിനേറ്റർ 4 തന്നെ എഴുതാം. അങ്ങനെ ഡിനോമിനേറ്റർ രണ്ടും ഒരു സംഖ്യയാണെങ്കിൽ മുകളിലത്തേത് കൂട്ടിയിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. അത് 3 plus 1 അല്ലെങ്കിൽ 1 plus 3 4. 4/4 is equal to 1. Alpha plus beta is equal to 1 ആണെങ്കിൽ അത് constant returns to scale ആണ്. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആവണമെന്നുണ്ടെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആവണം. ഡിക്രീസിംഗ് ആവണമെന്നുണ്ടെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ 1 ആവണം. ഇനി ഫസ്റ്റ് ഡിക്രീസിംഗ് ആൻഡ് ദെൻ ഇൻക്രീസിംഗ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആൽഫ പ്ലസ് ബീറ്റ വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. സോ ഹിയർ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. കോൺസ്റ്റന്റ് ആണ്. ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിനെയാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് റെഫേഴ്സ് ടു ദി ഡ്രൈവിംഗ് ഓഫ് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് out of the market by the availability of low quality products. Low quality products എന്ത് ചെയ്യാണ്? ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സിനെ മാർക്കറ്റിൽ നിന്നും ഡ്രൈവ് ഔട്ട് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ലെമൺ മാർക്കറ്റ് പ്രോബ്ലം, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, മാർക്കറ്റ് ഇക്വിലിബ്രിയം, മോറൽ ഹസാർഡ്. ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ കഴിയും. ദാറ്റ് ഈസ് ലെമൺ മാർക്കറ്റ് പ്രോബ്ലം അല്ലെ, നമ്മളുടെ അക്കർലോഫിന്റെ മാർക്കറ്റ് ഫോർ ലെമൺസ് അല്ലെങ്കിൽ മാർക്കറ്റ് ലെമൺസ് ഫോർ മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ലെമൺ മാർക്കറ്റ് പ്രോബ്ലം ആണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. ലെമൺ മാർക്കറ്റ് പ്രോബ്ലത്തിൽ എന്താണ്? ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സിനെ ഡ്രൈവ് ഔട്ട് ചെയ്യാണ്. കാരണം അവിടെ അസിമെട്രിയുടെ ഭാഗമായിട്ട്, ഇൻഫർമേഷൻ അസിമെട്രിയുടെ ഭാഗമായിട്ടാണ് അത് സംഭവിക്കുന്നത്. അസിമെട്രിക് ഇൻഫർമേഷൻ മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ ബയേഴ്സിനും സെല്ലേഴ്സിനും ഒരേ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ അല്ല. ഒരു കാർ സെയിൽസ് നടത്തുന്ന ആളെ സംബന്ധിച്ച് സെല്ലർക്ക് ആ കാറിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും കാറിന്റെ ക്വാളിറ്റിയെ കുറിച്ചും നല്ല ബോധം ഉണ്ടായിരിക്കും. എന്നാൽ അത് വാങ്ങിക്കാൻ വരുന്ന കൺസ്യൂമറെ സംബന്ധിച്ച് ഈ സെല്ലർ പറഞ്ഞു കൊടുക്കുന്ന വിവരമേ ആർക്കുണ്ടാവുകയുള്ളൂ? ഈ വാങ്ങിക്കാൻ വരുന്ന വ്യക്തിക്ക് ഉണ്ടാവുകയുള്ളൂ. സോ അവിടെ ഇൻഫർമേഷൻ മിസ്മാച്ച് സെല്ലറും ബയറും തമ്മിൽ സംഭവിച്ചു. സെല്ലർക്ക് വേണമെങ്കിൽ അവരെ കൺവിൻസ് ചെയ്തിട്ട് ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഹൈ പ്രൈസിൽ ആർക്ക് സെയിൽസ് നടത്താം? ഇവർക്ക് സെയിൽസ് നടത്താം, കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാം. അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സിനെ ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഡ്രൈവ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇത്തരം പ്രോബ്ലംസിനെയാണ് ലെമൺസ് മാർക്കറ്റ് പ്രോബ്ലമായി അഡ്രസ് ചെയ്യപ്പെടുന്നത്. ഹിയർ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ, ലെമൺ മാർക്കറ്റ് പ്രോബ്ലം. ഇനി ഇതിനോട് ചേർത്ത് നിങ്ങൾ ഗ്രേഷം ലോ ഒന്ന് പഠിച്ചു വെച്ചോ, അല്ലെങ്കിൽ ഗ്രേഷം ലോ ഇതുമായി സാമ്യമുള്ളതാണ്. ഗ്രേഷംസ് ലോ എന്ന് പറയുന്ന ലോ ഒരു തവണ സെറ്റിന് ചോദിച്ചിട്ടുണ്ട്. ഗ്രേഷംസ് ലോ എന്ന് പറഞ്ഞാല് ബാഡ് മണി ഗുഡ് മണീനെ ഡ്രൈവ് ഔട്ട് ചെയ്യുന്നതാണ് ഗ്രേഷംസ് ലോ. ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സിനെ മാർക്കറ്റിൽ നിന്നും ഡ്രൈവ് ഔട്ട് ചെയ്യുന്നതാണ് ലെമൺ പ്രോബ്ലം. ക്ലിയർ ആണല്ലോ? ഗ്രേഷംസ് ലോ മണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബാഡ് മണി ഗുഡ് മണീനെ ഡ്രൈവ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ഗ്രേഷംസ് ലോ എന്ന് വിളിക്കാം. ലോ ക്വാളിറ്റി പ്രോഡക്ട്സ് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സിനെ ഡ്രൈവ് ഔട്ട് ചെയ്യുന്നതിനെ നമുക്ക് ലെമൺ പ്രോബ്ലം എന്ന് വിളിക്കാം. അത് രണ്ടും ഒന്ന് ചേർത്ത് മനസ്സിലാക്കി വെച്ചോ കേട്ടോ. Okay, next one. Dash is a curve that describes the relationship between a firm's cumulative output and the amount of inputs needed to produce each unit of output. Iso-cost curve, iso-quant curve, learning curve, expansion path. ഏതാണ്? ഏത് കർവാണത്? ക്യുമുലേറ്റീവ് ഔട്ട്പുട്ട്. ക്യുമുലേറ്റീവ് ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഏതാണ്? ഇൻപുട്ടും, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ടും തമ്മിലുള്ള ആ ഒരു പ്രോബ്ലത്തെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ
എന്താണ് വിളിക്കുന്നത്? അപ്പൊ ഐസോകോസ്റ്റ് കർവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഐസോകോസ്റ്റ് കർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഈക്വൽ കോസ്റ്റ് വരുന്ന കർവ് ആണ്. അപ്പൊ ഇതുമായി സാമ്യമില്ല, അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഐസോകോണ്ട് കർവ് നമുക്കറിയാം ഈക്വൽ ഔട്ട്പുട്ട് നൽകുന്ന കർവ് ആണ്. ഐസോകോസ്റ്റ് ഈക്വൽ കോസ്റ്റിന്റെ കോമ്പിനേഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ ഐസോകോണ്ട് കർവ് ഈക്വൽ ഔട്ട്പുട്ടിന്റെ കോമ്പിനേഷൻ ആണ് കാണിക്കുന്നത്. ക്യുമുലേറ്റീവ് ഔട്ട്പുട്ട് അവിടെ പറയുന്നില്ല. ദെൻ എക്സ്പാൻഷൻ പാത്ത് എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് അല്ലെ, ഏറ്റവും കോസ്റ്റ് മിനിമൈസേഷൻ പോയിന്റ്സുകളെ ചേർത്ത് വരക്കുന്നതാണ് എക്സ്പാൻഷൻ പാത്ത്. അപ്പൊ അതുകൊണ്ട് അതും ഇവിടെ നമുക്ക് പറയണ്ട, അതും നമ്മുടെ ആൻസർ അല്ല. ദെൻ പിന്നെ നമുക്ക് നെക്സ്റ്റ് ബെസ്റ്റ് ആയിട്ടുള്ളത് ലേണിംഗ് കർവ് ആണ്. ലേണിംഗ് കർവ് ആണ് എപ്പോഴും എന്താണ് ക്യുമുലേറ്റീവ് ഔട്ട്പുട്ടിനെയും ഇൻപുട്ടിനെയും കൂടെ റിലേഷൻ കാണിക്കുന്നത്. അതായത് ക്യുമുലേറ്റീവ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക അല്ലെ, എക്സ്പീരിയൻസ് ഗെയിനിങ് ആണ് അവിടെ വരുന്നത്. എക്സ്പീരിയൻസ് ഗെയിനിങ്ങും ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻ എപ്പോഴും കാണിക്കപ്പെടുന്നത് ലേണിംഗ് കർവ് ആണ്. നമുക്ക് എക്സ്പീരിയൻസ് ആവും തോറും നമ്മുടെ ഇൻപുട്ട് കിട്ടേണ്ട ഇൻപുട്ടിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഔട്ട്പുട്ട് കൊടുത്തു തുടങ്ങും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും എന്നുള്ളതാണ് ലേണിംഗ് കർവ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ നോർമൽ ഗുഡ്സ് ദി ഇൻകം ഇലാസ്റ്റിസിറ്റി ഈസ് less than 0, equal to 0, greater than 1, greater than 0. ഏതാണ്? നോർമൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇൻകം ഇലാസ്റ്റിസിറ്റി, നോർമൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇൻകം ഇലാസ്റ്റിസിറ്റി 0ക്കും 1നും ഇടയിലാണ് എന്ന് നമുക്കറിയാം. പോസിറ്റീവ് ആയിരിക്കും, അതായത് 0ക്കും 1നും ഇടയിലാണ്. ഇനി അത് ലെസ് ദാൻ 0 ആണോ? അല്ല, ലെസ് ദാൻ 0 അല്ല, അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഈക്വൽ ടു 0 ആണോ? അല്ല, അതിനെയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഗ്രേറ്റർ ദാൻ 1 ആണോ? അല്ല, അതിനെയും എലിമിനേറ്റ് ചെയ്യാം. ദെൻ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. ദി ബെസ്റ്റ് ചോയ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നോർമൽ ഗുഡിന്റെ ഇൻകം വെലോസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ് എന്നാണ് നമുക്ക് ക്ലിയർ ആയിട്ടും പറയാനായിട്ട് കഴിയുന്നത്. Next one. According to the indifference curve analysis, which of the following conditions must be satisfied at the point of consumer equilibrium? ഇൻഡിഫറൻസ് കർവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഡിഫറൻസ് കർവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ് എന്നതാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഇൻഡിഫറൻസ് കർവ് കട്ട്സ് ദി ബഡ്ജറ്റ് ലൈൻ. ഇൻഡിഫറൻസ് കർവ് ബഡ്ജറ്റ് ലൈനിനെ കട്ട് ചെയ്ത് പോകുന്നുണ്ടോ ഇൻഡിഫറൻസ് കർവ്? ഇല്ല, ജസ്റ്റ് ടാൻജന്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ, കട്ട് ചെയ്ത് പോവില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തേത് തെറ്റാണ്. മാത്രമല്ല ഈ ഒന്നുള്ളതിനൊക്കെ നമുക്ക് എന്തെല്ലാം ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഒന്നുള്ളതിനൊക്കെ എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി എന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, ദ ഇൻഡിഫറൻസ് കർവ് ഈസ് ടാൻജന്റ് ടു ദി ബഡ്ജറ്റ് ലൈൻ. അത് കറക്റ്റ് ആണ്, ടാൻജന്റ് ചെയ്താണ് പോകുന്നത്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് MRS ഈക്വൽസ് ദി റേഷ്യോ ഓഫ് പ്രൈസ് ഓഫ് ടു ഗുഡ്സ്. അതാ കോസ്റ്റ് ലൈനിന്റെ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആയിട്ടുള്ള പ്രൈസ് റേഷ്യോയും ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് ആയിട്ടുള്ള MRS കർവും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ട്രൂ. ദ കൺസ്യൂമർ സ്പെൻഡ്സ് ദെയർ എൻറ്റയർ ഇൻകം അല്ലെ. ബഡ്ജറ്റ് ലൈനിൽ ഇൻഡിഫറൻസ് കർവ് ടച്ച് ചെയ്യാന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ ഇൻകം ചെലവഴിച്ചിട്ടാണ് അദ്ദേഹം രണ്ട് കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യുന്നത്. സോ അദ്ദേഹം എൻറ്റയർ ഇൻകം കൺസ്യൂമർ എന്ത് ചെയ്യുന്നുണ്ട്? എൻറ്റയർ ഇൻകം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 2, 3 and 4 ആർ ട്രൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നിങ്ങൾ ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാത്തിലേക്കും പോകേണ്ട ആവശ്യമില്ല. ഒന്നാമത്തേത് തെറ്റാണ് എന്ന് കണ്ടാൽ ഒന്നുള്ളതിനേക്ക് ആദ്യം എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ വേഗത്തിൽ കിട്ടും. ഇവിടെ ക്ലിയർ ആണ് ആൻസർ ഓപ്ഷൻ ഡി. Okay, next one. The concept of the law of equal marginal utility was first proposed by. Law of equal marginal utility first proposed ചെയ്തിട്ടുള്ളത് ആൽഫ്രഡ് മാർഷൽ ആണ് കേട്ടോ. ആൽഫ്രഡ് മാർഷൽ ആണ് law of equal marginal utility first ആയിട്ട് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. Next one. Which of the following known as weak axiom of revealed preference? വീക്ക് ആക്സിയം, നമുക്ക് റിവീൽഡ് പ്രിഫറൻസ് തിയറി ഉണ്ട് അല്ലെ. കൺസ്യൂമർ എന്ത് ചെയ്യപ്പെടുകയാണ്? അവരുടെ പ്രിഫറൻസിനെ റിവീൽ ചെയ്യുകയാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറിയിലൂടെ പറയുന്നത്. അതിൽ രണ്ട് ആക്സിയംസ് നമുക്ക് കാണാനായിട്ട് പറ്റും. വാപ്പ് എന്നും നമുക്ക് ഷോർട്ടായിട്ട് വിളിക്കാം, ഒന്നിനെ സാപ്പ് എന്നും ഒന്നിനെ ഷോർട്ടായിട്ട് വിളിക്കാം. എന്താ വാപ്പ് എന്ന് പറയുന്നത്?
WAP weak axiom revealed preference ആണ്. SAP എന്ന് പറയുന്നത് strong axiom revealed preference ആണ്. നിങ്ങൾ weak axiom revealed preference എന്ന് പറയുമ്പോൾ അത് consistency axiom ആണ്. strong axiom revealed preference എന്ന് പറയുമ്പോൾ അത് transitivity axiom ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. weak axiom consistency, strong axiom transitivity. Okay ആണല്ലോ. strong axiom transitivity, weak axiom consistency. ഇവിടെ ഏതാ ചോദിച്ചേ? weak axiom of revealed preference theory. weak axiom option A, consistency axiom. The consistency axiom. Next one. For normal good, a decrease in its price will unambiguously lead to an increase in the quantity demand. Reasoning and the income effect associated with the price decreases for a normal good is positive, meaning the increase in real income, that is the purchasing power increases, leads to the consumer to buy more of that good. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഒന്നാമത്തെ അസേഷൻ നമുക്ക് നോക്കാം. നോർമൽ ഗുഡിന്റെ കേസിൽ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് അൺആംബിഗസ്ലി ഇൻക്രീസ് ചെയ്യുന്നു. അൺആംബിഗസ്ലി എന്ന് പറയുമ്പോൾ വിത്തൗട്ട് എനി ഡൗട്ട്, ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി കൂടുന്നു എന്ന് പറയുന്ന കമ്മോഡിറ്റീസ് ആണ് നോർമൽ ഗുഡ്സ്. അസേഷൻ ട്രൂ ആണ് അല്ലെ? അസേഷൻ ട്രൂ ആണ്. നോർമൽ ഗുഡ്സ് അങ്ങനെ തന്നെയാണ്. നോർമൽ ഗുഡ്സിന്റെ കേസിൽ ലോ ഓഫ് ഡിമാൻഡ് ഫോളോ ചെയ്യുന്നുണ്ട്. പ്രൈസ് കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. ഇനി റീസണിങ് എന്താ കൊടുത്തിട്ടുള്ളത്? ഇൻകം ഇഫക്റ്റ്. ഇതുമായി ബന്ധപ്പെട്ട ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ പ്രൈസ് ഇഫക്റ്റ് ആണല്ലോ. പ്രൈസ് ഇഫക്റ്റ് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും ഇൻവേഴ്സ് റിലേഷൻ ആണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻകം ഇഫക്റ്റിന്റെയും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിന്റെയും കോമ്പിനേഷൻ ആണ്. ഇൻകം ഇഫക്റ്റിലുള്ള വ്യത്യാസം പ്രൈസ് ഇഫക്റ്റിനെ ഡെഫിനറ്റ്ലി അഫക്ട് ചെയ്യും. പ്രൈസ് ഇഫക്റ്റ്, price decreases for a normal good is positive, meaning the increasing real income. X എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസിലുള്ള ചേഞ്ച് റിയൽ ഇൻകം കൂട്ടും. പ്രൈസ് കുറഞ്ഞാൽ റിയൽ ഇൻകം കൂടും. റിയൽ ഇൻകം കൂടുമ്പോൾ കൂടുതൽ പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. അവരുടെ പർച്ചേസിംഗ് പവർ കൂടുകയാണ്. സോ ഇൻകം ഇഫക്റ്റ് ഇവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നോർമൽ ഗുഡ്, ഇൻകം ഇഫക്റ്റ് പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നോർമൽ ഗുഡിൽ എന്ത് സംഭവിക്കുന്നത്, അത് ലോ ഓഫ് ഡിമാൻഡിനെ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷനെ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ എ. both A and R are true and R is the correct explanation of A എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് തുടർച്ചയായിട്ട് വരുന്ന സെഷൻസിലായിട്ട് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ്, കൂടുതൽ യൂണിറ്റ്സിനെയും അടുത്തറിയാം. താങ്ക് യു.